വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. കൽപ്പറ്റയിൽ നിന്ന് വൻ ജനാവലിയുടെ അകമ്പടിയോടെ റോഡ് ഷോ ആയാണ് രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിനെത്തിയത്. പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ദീപക്, വലിയ റോഡ് ഷോ ആയി തന്നെയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ എത്തിയത്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ പല സ്ഥാനാർത്ഥികളും ഈ രീതിയിൽ പോകുന്നുണ്ട്. കാരണം ഇതൊരു തരത്തിൽ ഒരു ശക്തി പ്രകടനം കൂടിയാകുന്നു എന്നുള്ള രീതിയിൽ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്മിത പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ശക്തി പ്രകടന രീതിയായി റോഡ് ഷോകൾ മാറുന്നു. കാരണം മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ റോഡ് ഷോകൾ ഉണ്ടാകാറില്ല. ആകെയുള്ളത് കൊട്ടിക്കലാശത്തിലെ ശക്തി പ്രകടനം മാത്രമാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ എൻട്രി മുതൽ റോഡ് ഷോകളുടെ പരമ്പരയാണ് കണ്ടത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതിഗംഭീരമായ റോഡ് ഷോ നയിച്ചു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കൽപ്പറ്റ നഗരത്തിൽ കണ്ടത്. വലിയ രീതിയിൽ പ്രവർത്തകരെത്തി. കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ എത്തി. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ മലയാളികളായ നേതാക്കളുടെ ഒരു വലിയ നിരയുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീഗിൽ നിന്നും അബ്ബാസ് അലി തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പത്രിക സമർപ്പിക്കാൻ പോയത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു, ഒപ്പം സഹോദരി, പിന്നെ KC വേണുഗോപാലും, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ ലീഗ് നേതാവ് അബ്ബാസ് അലി തങ്ങളും. ഇത്രയും പേരായിരുന്നു പത്രികാ സമർപ്പണത്തിന് പോയത്. പക്ഷേ എന്നാൽ മറ്റ് നേതാക്കളെല്ലാവരും KP അനിൽകുമാർ, T സിദ്ദിഖ്, ഇങ്ങനെ നേതാക്കളുടെ വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം പത്രികാ സമർപ്പണം കഴിഞ്ഞ് മരവയൽ കോളനിയിലേക്കാണ് പോയത്. കോളനിയിലെ അന്തേവാസികളെ കണ്ടു. രാഹുലിൻ്റെ പൊതുവെയുള്ള തിരഞ്ഞെടുപ്പ് വേളയിലെ പ്രകടനങ്ങൾ പലതും നമ്മൾ കണ്ടു. കാരണം അവിടെ ഈ പത്രികാ സമർപ്പണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ കോണിപ്പടിയിൽ മുകളിൽ കാത്തിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളെ അവരെ അടുത്തുപോയി പടമെടുക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഇറങ്ങുമ്പോഴും ആ കാഴ്ച നമ്മൾ കണ്ടു. ഇങ്ങനെ പല രാഹുൽ മാജിക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം നേരെ ഈ കോളനിയിലേക്ക് പോകുന്നു. കോളനിയിൽ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിമർശിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പുറത്താരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷ് ബൈറ്റിൽ പറയുന്നത്. ഹിന്ദി ബൈറ്റ് ആകുമ്പോഴേക്ക് കുറച്ചുകൂടി ആക്രമണം കടുപ്പിച്ചു. മോഡിയുടെയും അമിത്ഷായുടെയും പേര് പറഞ്ഞുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോഡിജി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ ആരോപണം. ജനാധിപത്യത്തെയും ഭരണഘടനയും തകർക്കുന്ന അവർക്കെതിരായ പോരാട്ടമാണ്. പോരാട്ടത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് തുടങ്ങിയത്. പക്ഷേ എടുത്തു പറയേണ്ടത്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഏതാണ്ട് 15 മിനിറ്റിലേറെ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. അത് കലക്ട്രേറ്റിന് കുറച്ച് അകലെയായിരുന്നു. വലിയ റോഡ് ഷോവിൻ്റെ സമാപനത്തിൽ ആ വേളയിൽ പോലും കേരളത്തിലെ സർക്കാരിനോ ഇടതു മുന്നണിക്കോ എതിരെ ഒരക്ഷരം പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്നുള്ള രാഷ്ട്രീയം എടുത്തു പറയേണ്ടതാണ്. രാഹുലിൻ്റെ ഫോക്കസ് മോഡിയും അമിത്ഷയും BJP സർക്കാരും മാത്രമാകുന്നു. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് പ്രധാനമായും കൽപ്പറ്റയിൽ ഈ വയനാട്ടിൽ മത്സരിക്കുന്നത്, കൽപ്പറ്റയിൽ നോമിനേഷൻ നൽകിയിരിക്കുന്നത് എന്നിരിക്കെ പോലും ഇടതുപക്ഷത്തിനെതിരെ, ആനി രാജയ്ക്കെതിരെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ ഒന്നും പറയാത്ത ഒരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ആദ്യ പര്യടനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം മടങ്ങും മുമ്പ് കേരളത്തിലെ UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് കേരള സർക്കാരിനെതിരെ പറയാനുള്ള ഒന്നും കിട്ടുന്നില്ല രാഹുൽ ഗാന്ധിയിൽ നിന്നും എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. സ്മിത, ഹരിദാസ്. ദീപക്, അത് ആ രീതിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ പറയാമെങ്കിലും പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, രാഹുൽ ഗാന്ധി പൊതുവെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ, അതായത് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും മോദിയെ അല്ലെങ്കിൽ കേന്ദ്രത്തെ തന്നെയാണ് വരുന്നത്. ഇതുപോലെ വരുമ്പോൾ പലപ്പോഴും പല വിമർശനങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ നമ്മൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വിമർശിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സംയമനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ തന്ത്രജ്ഞത, തികഞ്ഞ നയതന്ത്രം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കാണണം. അങ്ങനെ ആവാൻ ഒരു തരവുമില്ല. കാരണം ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലെ വന്യജീവി ആക്രമണ സമയത്ത് കർഷകരുടെ സംരക്ഷണ റാലിയിൽ പങ്കെടുത്ത് സുൽത്താൻ ബത്തേരിയിൽ സംസാരിച്ചിരുന്നു. ആ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചരണം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മാത്രവുമല്ല, പല വേളയിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് നിരീക്ഷിക്കാറുണ്ട്. അതിൽ അദ്ദേഹം പിശുക്ക് കാണിക്കാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും അദ്ദേഹം ഇതേ
രാഷ്ട്രീയ തന്ത്രം പയറ്റിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ആദ്യം എത്തുന്നത് നോമിനേഷൻ അല്ല, രാഹുൽ ഗാന്ധി പ്രചരണ പരിപാടികൾക്ക് വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് നോമിനേഷൻ, അദ്ദേഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ രാജ്യത്താകെ തിളങ്ങുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വേളയിലും ഇതേ തന്ത്രമായിരുന്നു. കേരളത്തിലെ സർക്കാരിനെതിരെ വലിയ അന്വേഷണം നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്ന് നിരവധി വാർത്താ സമ്മേളന പരമ്പര മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തുന്നു. ആ വേളയിലും സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. മാത്രവുമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു, അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് വിശദീകരിക്കണമെന്ന് പറയുന്നു. ഇന്ന് കാലത്ത് പത്രികാ സമർപ്പണത്തിന് അല്പം മുൻപ് നമ്മളോട് ആനി രാജ 24നോട് സംസാരിച്ചതും രാഹുലും കോൺഗ്രസും പറയണം നിങ്ങളുടെ ഫോക്കസ് എന്താണ്, ശത്രു എന്താണ്, എന്തിന് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരം വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ മാറുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. സ്മിത ഹരിദാസ്. ശരി, ദീപക് ധർമ്മടമാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.